നല്ലൊരു ഉറക്കത്തിന്റെ ഇടയിലാണ് കേട്ടോ പെട്ടെന്ന് ഒരു കാറ്റും മഴയും എല്ലാം കൂടി വന്നേ. അത് കേട്ട് ചെല്ലേ കൂടെ നോക്കിയപ്പോഴാട്ടോ നല്ല കാറ്റും പിന്നെ ആ മരം വീഴാറായ പോലെയൊക്കെ ആടി അങ്ങോട്ട് നിൽക്കണ്ടായിരുന്നു. ഞാൻ വേഗം നീരവിനെടുത്തിട്ട് അകത്തേക്ക് ഓടി വന്നപ്പോൾ ചേട്ടനെ അത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചു നേരം ചേട്ടൻ്റെ കൂടെ ഗെയിമൊക്കെ കളിച്ച് അവനും നേരം കളഞ്ഞു. കഴിഞ്ഞതാ പിന്നെ ഇവൻ്റെ ഇങ്ങനത്തെ ഓരോ വിക്രസുകളാണ് കേട്ടോ. സോഫയമെന്ന് സ്റ്റെപ്പുമ്മക്ക് കയറുക ഇതുവരെ ഇല്ലാത്ത ഓരോ പരിപാടികളാണ്. എന്നിട്ട് തലയും കുത്തി സോഫയമ്മയ്ക്ക് എന്നെ മറിഞ്ഞു വീഴലൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് ഒതുക്കിയിട്ട് മുകളിൽ നിന്ന് തുണികളൊക്കെ അമ്മയുടെ എടുത്തു കൊണ്ടുവന്നിട്ട് അതങ്ങനെ മടക്കി വെച്ച് പിന്നെ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു. 5:30 ആവാറായപ്പോൾ ഞങ്ങളുടെ പരിപാടി തുടങ്ങി. ആദ്യം തന്നെ കുക്കറിൽ കറി വയ്ക്കാന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനുള്ള ഉരുളക്കിഴങ്ങും സബോളയൊക്കെ അരിഞ്ഞെടുത്ത് ഒരു ചെറിയ എളുപ്പപ്പണിയാണ് കേട്ടോ. സാധാരണ ഞങ്ങൾ വേവിച്ചിട്ടാണ് കാച്ചാറ്. ഇതിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ അതിലിടാനുള്ള പരിപാടിയാണ്. ഈ ഒരു എളുപ്പപ്പണി ഞാൻ ആദ്യമായിട്ടാണ് പരീക്ഷിച്ച് നോക്കണത്. നമ്മുടെ നൗഷിത്താത്ത തന്നെ പറഞ്ഞു തന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. ഒരു ചെറിയ എളുപ്പപ്പണി. കടുക് ഇട്ടയിൽ കുറച്ച് പച്ചക്കറിയും വേപ്പിലൊക്കെ ഇട്ടിട്ടേ പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളം മുങ്ങാള വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ അങ്ങനെ കുറച്ച് നേരം ഒരു 2 വിസിലോളം ഞാൻ അടച്ചു. പച്ചക്കറി എന്ന് പറയണത് ഉരുളക്കിഴങ്ങും സബോളയും ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത്ര നല്ലത്. പിന്നെ പച്ചമുളക് അപ്പുറത്ത് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവന് ചെയ്യാൻ പറ്റണ എന്തൊക്കെയാന്ന് അവൻ കാര്യമായിട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് എത്ര എണ്ണം ഉണ്ടാക്കാനുള്ള പൊടിയാവും എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാലും എനിക്കറിയാവുന്ന പോലെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ കുപ്പികളിൽ അമ്മ വെള്ളം ഇങ്ങനെ നിറച്ച് വെക്കും അച്ഛനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ വെള്ളം എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ. അപ്പം ഞാൻ അത് ഒരു കുപ്പി എടുത്തിട്ട് ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ വെച്ചു. എത്ര പരത്തിയിട്ടും ഒരു മയം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് പൊടിച്ചു കൊണ്ടുവന്നാൽ ഇതാ സാധാരണ പാക്കറ്റ് മേടിക്കുമ്പോൾ മൈദയൊക്കെ മിക്സ് ചെയ്യില്ല. ഇതിൽ അങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും ഒരു മയത്തിലാക്കി എടുത്തു. മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഒരു കൊതുവിൻ്റെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ വേഗം 2 സൈഡിലും ഒരു സാമ്പ്രാണി കത്തിച്ചു വെച്ചു. കൊതു വന്നപ്പോഴും ജല്ലിമാലിനൊന്നും അടച്ചിട്ടില്ല കേട്ടോ. ഞാൻ അതൊക്കെ തുറന്നിട്ടിട്ട് തന്നെയാണ് ഈ പരത്താനും ചൂടാനും ഒക്കെ നിൽക്കണത്. അങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ അമ്മ വന്നിട്ട് അവന് പലഹാരം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനെ പറ്റി അവൻ പറയുന്നുണ്ടേ. ഞാൻ തിന്നും. അപ്പം അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. ഞാൻ എന്തായാലും എൻ്റെ ചപ്പാത്തി പരട്ടല് കണ്ടിന്യൂ ചെയ്തു. അവനെ ചെയ്യണമെന്ന് പറഞ്ഞ് വാശി ചെയ്യുമ്പോൾ ഞാൻ ചേട്ടനെയും പിടിച്ചെടുത്തിട്ട് ഞാൻ പരത്താനും ഇടുന്നു അവനെ കൊണ്ട് ചൂടാനും എത്തിച്ചു. അതിൻ്റെ ഇടയിൽ അവൻ്റെ ചെറുതായിട്ടൊന്ന് കയ്യും കൂടെ പൊള്ളിയിട്ടോ. അതിൻ്റെ ഒരു ഇരുത്താണ് ഈ കാണുന്നത്. ഞാൻ പടി നിർത്തി വെച്ച് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ അച്ചാച്ചൻ വന്നപ്പോൾ അവൻ്റെ കൈപൊള്ളിയ കാര്യമൊക്കെയാണ് കേട്ടോ പറയണത്. അച്ചാച്ചൻ എന്ന് പലഹാരം കൊണ്ടുവന്ന് മാൽക്കി സ്റ്റേറ്റ് ഒരു ബ്ലാക്ക് കവറിങ് ആയിട്ടുള്ള വേറൊരു മോഡലുണ്ടല്ലോ അതും പിന്നെ അവനൊരു 2 ലോലിപോപ്പുമാണ് കേട്ടോ. അവ ഹാപ്പിയായി. അവ അതിൻ്റെ ഉള്ളിൽ കയറി ഈ കൈപൊള്ളിയ കാര്യമൊക്കെ അങ്ങനെ ലോലിപോപ്പ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിട്ട് അച്ചാച്ചനും മോനും കൂടി ഓരോ കോമ്പളിത്തര സ്റ്റെപ്പുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ച് പിന്നെ അമ്മ കൊണ്ടുവന്ന പലഹാരമൊക്കെ കഴിക്കാൻ 3 ആളും കൂടി കൂട്ടത്തിലിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റാ.